എയ്മ സ്പോട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഏവർക്കും എയ്മ സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ അനിൽ, ബാംഗ്ലൂരിൽ നിന്ന്. ഒരു തലമുറയിലെ മലയാളികൾക്ക് ഉത്തരേന്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തിയ, ഇന്നും ഇന്ത്യൻ വിനോദസഞ്ചാരമേഖലയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം സ്വാധീനം നിലനിർത്തുകയും ചെയ്യുന്ന പണിക്കേഴ്സ് ട്രാവൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും എയ്മ ദേശീയ ചെയർമാനുമായ ശ്രീ ബാബു പണിക്കർ എഴുതിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പുസ്തകം ഈ വരുന്ന ഫെബ്രുവരി 18 വൈകിട്ട് 6 മണിക്ക് ഡൽഹി കേരള ഹൌസിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്, സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന് പുസ്തകത്തിന്റെ പ്രതി നൽകിയാണ് പ്രകാശനകർമ്മം നിർവഹിക്കുക. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ അൽഫോൻസ് കണ്ണന്താനം, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ ശ്രീ അനീഷ് രാജൻ IRS തുടങ്ങിയവരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുസ്തക പ്രകാശന ചടങ്ങുകൾ നടക്കുക. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററി ഫെസ്റ്റിവലിൽ വെച്ച് പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടന്നിരുന്നു. നീണ്ട 30 പതിറ്റാണ്ടിലേറെക്കാലമായി വിനോദസഞ്ചാര മേഖലയിൽ സജീവമായി നിലകൊള്ളുന്ന വ്യക്തി എന്ന നിലയിലുള്ള അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന പുസ്തകം യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള വിലപ്പെട്ട ഒരു മാർഗനിർദ്ദേശക ഗ്രന്ഥം കൂടിയായിരിക്കും. വാർത്തകൾ വിശദമായി. പിന്നിട്ട വഴിത്താരകളിലെ അനുഭവങ്ങളാണ് ഓരോ യാത്രയെയും അവിസ്മരണീയമാക്കുന്നത്. പ്രശസ്ത കവി TS എലിയട്ടിന്റെ വരികളാണിത്. യാത്രയും യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും ഇന്നത്തേതുപോലെ വിരൽത്തുമ്പിൽ ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് മലയാളികൾക്ക് ഉത്തരേന്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പരിചയപ്പെടുത്തിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസ്. മികച്ച യാത്രാനുഭവങ്ങൾക്കൊപ്പം സന്ദർശിക്കുന്ന ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും യാത്രികർക്ക് ലഭ്യമാക്കി യാത്രകൾ പൂർണ്ണതയിൽ എത്തിച്ചിരുന്ന ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസിന്റെ പരസ്യങ്ങൾ കേരളത്തിലെ എല്ലാ പ്രധാന കവലകളിലും തലയുയർത്തി നിന്ന കാലവുമുണ്ടായിരുന്നു 3-4 പതിറ്റാണ്ടുകൾക്ക് മുൻപ്. അത്രയും പാരമ്പര്യം അവകാശപ്പെടാനുള്ള പണിക്കേഴ്സ് ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃസ്ഥാനത്തേക്ക് പഠനാനന്തരം ശ്രീ ബാബു പണിക്കർ എത്തുന്നത് തന്റെ പിതാവിന്റെ കാലടികൾ പിന്തുടർന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ തന്റെ പിതാവ് ആരംഭിച്ച ഈ സ്ഥാപനവുമായി അടുത്തിടപഴകാൻ അവസരം ലഭിച്ച ശ്രീ ബാബു പണിക്കർ വിദ്യാലയങ്ങളിലെ സിദ്ധാന്തങ്ങളിൽ നിന്നും പഠിച്ചതിനേക്കാളേറെ ഈ മേഖലയെക്കുറിച്ച് പഠിച്ചത് തന്റെ അനുഭവങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിന്റെ കാലടികൾ പിന്തുടർന്ന് സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ മേഖലയെക്കുറിച്ച് അഗാധമായ അറിവുമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകം നന്നായി മനസ്സിലാക്കിയ ശ്രീ ബാബു പണിക്കർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അത് പകർന്നുകൊടുക്കുന്നതിനായി ട്രാവൽ പാക്കേജുകൾ രൂപകൽപ്പന ചെയ്തിറക്കുമായിരുന്നു. ഭൂതകാലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അവിടെ നിന്നും പൊന്നും പവിഴവുമൊക്കെ തപ്പിയെടുത്ത എത്രയോ മഹാരഥന്മാർക്ക് അതിനുള്ള സഹായം ചെയ്തുകൊടുത്തത് പണിക്കേഴ്സ് ട്രാവൽസ് ആയിരുന്നു. കവികളും പുരാവസ്തു ഗവേഷകരുമൊക്കെ അതിൽ ഉൾപ്പെടും. ഒപ്പം സാധാരണക്കാർക്കും ഇന്ത്യൻ പൈതൃകം പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. 3.5 പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് അദ്ദേഹം നൽകുന്ന സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടായിരുന്നു മികച്ച ഡൊമസ്റ്റിക് ടൂർ ഓപ്പറേറ്റർക്കുള്ള നാഷണൽ ടൂറിസം അവാർഡ് 9 തവണ അദ്ദേഹത്തെ തേടിയെത്തിയത്. അതുകൂടാതെ 2017 നവരത്ന പുരസ്കാരവും 2018 അതിവേഗ വളർച്ച നേടിയ സംരംഭകനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ തൊഴിലിന്റെ ഭാഗമായുമല്ലാതെയും ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ അവസരം ലഭിച്ച ശ്രീ ബാബു പണിക്കർ അലയൊടുങ്ങാത്ത സമുദ്രത്തേക്കാൾ കുഞ്ഞോളങ്ങൾ താളമിടുന്ന നിലയെ സ്നേഹിച്ച MTയെ പോലെ ഇന്നും മനസ്സിൽ തന്റെ പ്രിയ ഇടമായി കൊണ്ട് നടക്കുന്നത് കേരളത്തെ തന്നെയാണ്. കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് അതിന്റെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ തന്നെ ജീവിതം പൂർണ്ണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തോടുള്ള ഈ ആത്മബന്ധമാകാം അദ്ദേഹത്തെ എന്നും മലയാളത്തോടും മലയാളികളോടും അടുപ്പിച്ചു നിർത്തുന്നതും. പ്രവാസി മലയാളികൾക്കിടയിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ബാബു പണിക്കർ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും കലാതനിമയുമെല്ലാം നാടെങ്ങും പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്കും വഹിക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയിൽ താമസിക്കുന്ന മലയാളികളെ ഒരൊറ്റ നൂലിൽ കോർത്തെടുക്കുന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മലയാളികൾക്കായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളിൽ തന്റേതായ പങ്ക് നിർവഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ തനത് നൃത്തരൂപമായ കഥകളിയുടെ ഖ്യാതി 7 കടലുകൾക്കപ്പുറവും എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം. അതുകൂടാതെ ഗ്ലോബൽ NSS ഡയറക്ടർ, ബാലഗോകുലം ഡൽഹി യൂണിറ്റ് രക്ഷാധികാരി എന്ന നിലകളിലും അദ്ദേഹം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഡൽഹിയിലെ മലയാളികൾക്കിടയിൽ ബാബുവേട്ടൻ എന്നറിയപ്പെടുന്ന ശ്രീ ബാബു പണിക്കർ
ഡൽഹി മലയാളി അസോസിയേഷൻ ഉപദേശക സമിതി അംഗം, ഡൽഹി ശ്രീ അയ്യപ്പ സേവാ സമിതി നിർവാഹക സമിതി അംഗം, ആർഷധർമ്മ പരിഷത്ത് ഡൽഹിയുടെ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും സ്തുത്യർഹമായ സേവനമാണ് നൽകുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ ബഹുമാനിച്ചുകൊണ്ട് ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ നവോദയം അദ്ദേഹത്തിന് സിൽവർ ജൂബിലി പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. മുൻ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി ശ്രീ എൽ കെ അദ്വാനിയിൽ നിന്നായിരുന്നു അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത്. നീണ്ട 3.5 ദശാബ്ദക്കാലത്തിലേറെയായി പ്രവർത്തനങ്ങളിൽ നിന്നും ആർജിച്ച അറിവുകളുടെയും അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അദ്ദേഹം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന കൃതി രചിച്ചിരിക്കുന്നത്. യാത്രികരുടെ മാഗ്നാകാർട്ടയാകും ഈ ഗ്രന്ഥം എന്നാണ് ഇതിലെ ശകലങ്ങൾ വായിക്കാൻ സന്ദർഭം ലഭിച്ചവർ പറയുന്നത്. ഉൾക്കരുത്തിന്റെ പ്രതിഫലനമാണ് മുഖചിത്രം പറയുന്നത് എന്നാണ് കവർ പ്രകാശനവേളയിലും പലരും അഭിപ്രായപ്പെട്ടത്. വരുന്ന 18-ാം തീയതി ഡൽഹി കേരള ഹൌസിൽ വെച്ച് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. വൈകിട്ട് 6 മണിക്ക് ഡൽഹി കേരള ഹൌസിൽ വെച്ച് നടക്കുന്ന പ്രകാശന ചടങ്ങിൽ ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്, സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന് പുസ്തകത്തിന്റെ പ്രതി നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുക. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ ശ്രീ അനീഷ് രാജൻ IRS തുടങ്ങിയവരുടെയും സാന്നിധ്യം പ്രകാശന ചടങ്ങിലുണ്ടായിരിക്കും. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവർ കാത്തിരുന്ന ഗ്രന്ഥം ഇനി നമ്മുടെ കൈകളിലെത്താൻ ഏറെ കാലതാമസമില്ല. സാമൂഹിക പ്രവർത്തനങ്ങൾക്കപ്പുറം സാഹിത്യ മേഖലകളിലേക്കും തന്റെ ചുവടുകൾ വയ്ക്കുന്ന ശ്രീ ബാബു പണിക്കർക്ക് എയിമ ന്യൂസിന്റെ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ദേശീയ തലസ്ഥാന മേഖലയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളെയും പുസ്തക പ്രകാശന വേളയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.